സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ കോൺഗ്രസ് നേതാക്കൾ ബഹിഷ്കരിച്ചത് എന്തിനാണ്? ഉദ്ഘാടനം ബഹിഷ്കരിച്ചാൽ ലീഗിന് എന്താണ് നേട്ടം? രാഷ്ട്രീയ കേരളത്തിൽ അടക്കം പറയുന്ന ലീഗ് നേതാവിന്റെ ഫോൺ കോൾ വാദത്തിൽ എന്തെങ്കിലും കഴിവുണ്ടോ? കോൺഗ്രസ് നിഷേധിച്ച ക്ഷണം കെ മുരളീധരൻ മാത്രം സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ലീഗ് നേതാവിൽ നിന്നും ഒരു കോൾ വരുന്നു. സുപ്രഭാതം പത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന് നിർദ്ദേശിക്കുന്നു. കഥയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്തു തന്നെയായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വിദഗ്ധമായി പരിപാടിയിൽ നിന്നും ഒഴിഞ്ഞുമാറി. യു.പിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലാണ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. എന്നാൽ ക്ഷണിക്കപ്പെട്ട മറ്റൊരു പ്രധാന അതിഥി വി.ഡി. സതീശനാണ്. അദ്ദേഹം മണ്ഡലത്തിലാണ് എന്നായിരുന്നു പ്രതികരണം. എന്നാൽ കെ മുരളീധരൻ മാത്രം ചടങ്ങിൽ പങ്കെടുത്തു. സമസ്തയോടുള്ള ആത്മബന്ധമോ അതോ തന്റെ തട്ടകം തൃശ്ശൂരാണ് എന്ന ബോധ്യം കൂടിയപ്പോൾ ഇനി ലീഗുമായി വലിയ ആത്മബന്ധത്തിന്റെ ആവശ്യമില്ല എന്ന തോന്നലിലോ അദ്ദേഹം ക്ഷണം നിഷേധിച്ചില്ല. എന്നാൽ പരിപാടിയിൽ സമസ്തയുടെ ശബ്ദമായാണ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. റിയാസ് കോൺഗ്രസിനെ ഉന്നം വെച്ച് പറഞ്ഞിരുന്ന വാക്കുകൾ യഥാർത്ഥത്തിൽ സമസ്ത ലീഗിനോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു എന്നും ചേർത്ത് വായിക്കാം. ചടങ്ങ് അവസാനിച്ചു. ലീഗ് ആഗ്രഹിച്ച പോലെ സമസ്തയെ പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ട് തങ്ങളുടെ എതിർപ്പ് വ്യക്തമായി പ്രകടിപ്പിക്കാൻ ലീഗിന് സാധിച്ചു. എന്നാൽ ലീഗിന്റെ ഈ നിലപാട് യു.ഡി.എഫ് രാഷ്ട്രീയത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? സമസ്ത എന്ന താങ്ങ് നഷ്ടപ്പെട്ടു എന്ന പരിഭ്രാന്തിയിൽ ലീഗ് ചെയ്തു കൂട്ടുന്ന ഈ പ്രവൃത്തികൾ കാണിക്കുന്ന സൂചന എന്താണ്? ലീഗിനെ പരിഭ്രാന്തിയിലാഴ്ത്തിയ മണ്ഡലങ്ങൾ ഏതെല്ലാമാണ്? ലീഗിന്റെ സ്വാധീന മേഖല എന്നത് സ്വാഭാവികമായും മലബാർ മേഖലയാണ്. എന്നാൽ മലബാർ മേഖലകളിലെ എല്ലാ മണ്ഡലങ്ങളെയും ലീഗ് ഭയപ്പെടുന്നുണ്ടോ? ലീഗിനെ ഭയപ്പെടുത്താൻ മാത്രം സമസ്തയ്ക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഏതെല്ലാമാണ്? കാസർഗോഡ്, കണ്ണൂർ, വടകര, മലപ്പുറം, പൊന്നാനി എന്നീ 5 ലോക്സഭാ മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിലെല്ലാം ലീഗിന് ഏറെ സ്വാധീനവുമുണ്ട്. എന്നാൽ വടകര, മലപ്പുറം എന്നീ മണ്ഡലങ്ങളിൽ ലീഗിന് അഥവാ യു.ഡി.എഫിന് പരാജയം മണക്കുന്നില്ല എന്ന് പറയാം. എന്നാൽ അതേസമയം മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥിതി അങ്ങനെയല്ല. കാസർഗോഡ് മണ്ഡലം പരിശോധിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിലപാട് കോൺഗ്രസിന്റെ പിടിപ്പുകേടും പിഴവും കാണിക്കുന്നുണ്ട് എങ്കിലും പൂർണ്ണമായും പരാജയ കാരണം കോൺഗ്രസിന്റെ തലയിൽ വെച്ച് കെട്ടാനാകില്ല. ലീഗ് എന്നാൽ സമസ്ത എന്ന ആപ്തവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ലീഗിന് വ്യക്തമായ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലം തന്നെയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ ലീഗും സമസ്തയുമായുള്ള ഭിന്നിപ്പ് വെല്ലുവിളിയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇനി പോളിംഗ് ശതമാനം പരിശോധിച്ചാൽ 2024 76.04%, 2019 80.65%, 2014 78.49% എന്നിങ്ങനെയാണ്. ഇതിൽ യു.ഡി.എഫ് വിജയിച്ച 2019 രാഹുൽ തരംഗത്തിന്റെ വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്നു എന്നും കാണാം. ബാക്കി 2 വർഷങ്ങളിൽ പോളിംഗ് കുറവാണ്. 2014 കാസർഗോഡ് LDF-നായിരുന്നു വിജയം എന്നുള്ളതും ശ്രദ്ധേയം. 2019 രാഹുൽ തരംഗത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിരവധി യു.ഡി.എഫിലേക്ക് ഒഴുകിയെന്ന വിലയിരുത്തലും ഉണ്ട്. ഇത്തവണത്തെ പോളിംഗ് ശതമാനം 76.04% മാത്രമാണ്. ഇത്തവണത്തെ ലീഗ് സമസ്ത എതിർപ്പ് പോളിംഗിനെ സാരമായി ബാധിച്ചു എന്ന വിശകലനം ലീഗിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നു വന്നതാണ്. ലീഗിനോട് എതിർപ്പുള്ള എന്നാൽ അതേസമയം തന്നെ ഇടതിന് വോട്ട് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തവർ പോൾ ചെയ്തില്ല എന്നും അതേസമയം തന്നെ ലീഗിന്റെ സമീപനം ശരിയല്ല, കേന്ദ്ര നയങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഉറച്ച ശബ്ദമുള്ള ഇടതുപക്ഷം തന്നെ വേണം എന്ന് ഉറപ്പുള്ളവർ CPM-ന് വോട്ട് ചെയ്തു എന്നും ലീഗ് സ്വയം തന്നെ വിലയിരുത്തിയിരുന്നു. ഈ വിലയിരുത്തൽ തന്നെയാണ് ലീഗിന്റെ പരിഭ്രാന്തിയുടെ പ്രധാന ഹേതു. സ്വാഭാവികമായും കാസർഗോഡ് മണ്ഡലത്തിൽ ഇത് സംഭവിച്ചിരിക്കാനുള്ള സാധ്യത ലീഗ് തള്ളിക്കളയുന്നുമില്ല. കാസർഗോഡിന് പുറമെ കണ്ണൂരും പൊന്നാനിയിലും ഇത് തന്നെയാണ് സ്ഥിതി. കണ്ണൂരിൽ സുധാകരന് സ്വാധീനം കുറഞ്ഞു എന്നതും കോൺഗ്രസിന് ഇത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നതിനും പുറമെ യു.ഡി.എഫിന്റെ പ്രതീക്ഷ ലീഗിൽ തന്നെയായിരുന്നു. എന്നാൽ പ്രതീക്ഷ നിലനിർത്താൻ ലീഗിനായില്ല എന്ന ചിന്ത ലീഗിനെ അലട്ടുന്നുണ്ട്. പൊന്നാനിയിൽ സ്ഥിതി അല്പം രൂക്ഷം തന്നെയാണ്. 2019 E.T. മുഹമ്മദ് ബഷീർ 5,21,821 വോട്ടുകളാണ് നേടിയത്. എന്നാൽ 2014 സ്ഥിതി പരിശോധിക്കുമ്പോൾ 3,78,503 വോട്ടുകളുമാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത്. ഇതിൽ 2019 സീറ്റിന്റെ വർധനയുടെ പ്രധാന കാരണം രാഹുൽ തരംഗമായിരുന്നു എന്ന് കൃത്യമായി തന്നെ ദൃശ്യമാകുന്നുണ്ട്. മലപ്പുറം, പൊന്നാനി സ്ഥാനാർത്ഥികളെ വെച്ചുമാറിക്കൊണ്ട് പോരിനിറങ്ങിയ മുസ്ലിം ലീഗിന് ഒരു പണി കൊടുക്കണം എന്ന അഭിപ്രായം സമസ്തയിലെ ചിലർക്കുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ ചില വാർത്തകൾ വന്നിരുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറയണമെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ താല്പര്യമെന്നും ഇവർ ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്നും ആരോപണമുയർന്നിരുന്നു. പല വിധത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് സ്വാധീനിക്കാൻ ശ്രമം നടന്നു എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ആരോപിച്ചിരുന്നത്. സമസ്തയുടെ മുഴുവൻ വോട്ടുകളും ഇടതുപക്ഷത്തിന്റെ പെട്ടിയിൽ വീഴില്ല എങ്കിലും ചോർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലും വന്നിരുന്നു. KS ഹംസയെ ഇടതുപക്ഷം പൊന്നാനിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച വേളയിൽ ഇതെല്ലാം നിസ്സാരമായി കണ്ടിരുന്ന ലീഗ് നേതാക്കളുടെ സ്വരം പതറിയതും ഈ അടിതട്ടലിന്റെ സൂചന തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡ്, പൊന്നാനി, കണ്ണൂർ എന്നിവിടങ്ങളിൽ അടിതെറ്റുമെന്നുള്ള ചിന്ത ലീഗിനെ അലട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം.